എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഡിന്നറിന് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്, ഇപ്പൊ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മുട്ടയും ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊക്കെ ഉള്ളതും ഒക്കെ ചേർത്ത് കുറച്ച് മല്ലിയിലയും വേണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഇഷ്ടപ്പെടുന്നതുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചത്. രാത്രി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരൂ. ഇവിടെ ഞാൻ 2 മുട്ടയും ഒരു കഷ്ണം ക്യാരറ്റ്, പകുതി സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, മല്ലിയില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. സവാള, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, മല്ലിയില ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കണം. നമ്മൾ എടുത്തു വെച്ചതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ മല്ലിയില. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ടി വരും. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഈ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത്രയും കൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഒരു വശം നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇനി ആ ഭാഗവും കൂടി നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനും വേണമെങ്കിൽ പറ്റും, അല്ലെങ്കിൽ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും. കണ്ടില്ലേ? ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചട്നി പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി പറ്റും, അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള ചട്നി ആണെങ്കിലും നല്ലതാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. താങ്ക് യു. ബൈ.